പ്രൈസ് ലോർഡ്. തിരുവചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തു നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. എന്ന ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 19-20 വാക്യം ഇങ്ങനെ പറയുന്നു: ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അതിപ്പോൾ ഉത്ഭവിക്കും, അത് നിങ്ങൾ അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശ നദികളും ഉണ്ടാക്കും. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമി വെള്ളവും നിർജ്ജന പ്രദേശ നദികളും നൽകിയിരിക്കൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടക പക്ഷികളും എന്നെ ബഹുമാനിക്കും. ഇവിടെ ദൈവം തന്റെ ജനത്തിന് വേണ്ടി തുറക്കുന്ന പുതിയ വഴികളെ കുറിച്ച്, പുതിയതൊന്നിനെ കുറിച്ച് പറയുന്നത്. ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അല്ലെങ്കിൽ പഴയതല്ല, അമ്മി പുതിയതൊന്ന് ചെയ്യുന്നു. അമ്മി പുതിയത്, ഹല്ലേലൂയ, അമ്മി ശ്രേഷ്ഠമേറിയ പുതിയതൊന്ന്, നന്മയേറിയ പുതിയതൊന്ന്, അനുഗ്രഹമേറിയ പുതിയതൊന്ന് അമ്മി അതെന്ത് ചെയ്യും? ഇപ്പോൾ ഉത്ഭവിക്കും. അത് ഉത്ഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. അത് നിങ്ങൾ അറിയുന്നില്ലയോ അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. അമ്മി യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് യെശയ്യാവിലൂടെ ദൈവം സംസാരിക്കുകയാണ്. നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ പുതുത് ചെയ്യുവാൻ ശക്തനായ ദൈവമാണെന്ന്? അമ്മേ, എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? നിങ്ങൾ അറിയുന്നില്ലേ? അറിയില്ലേ എന്ന് ചോദിച്ചാൽ വിശ്വസിക്കുന്നില്ലേ നാം? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴി തുറക്കാൻ പോവുക. നിർജ്ജന പ്രദേശത്ത് എന്ത് ചെയ്യുക? അമ്മ ഞാൻ നദികളെ അമ്മ ഉണ്ടാക്കും. അല്ലെ, ഇവിടെ പറയുകയാണ് മരുഭൂമിയിൽ, അല്ലെങ്കിൽ മരുഭൂമിയുടെ അവസ്ഥകൾ, നമ്മുടെ ജീവിതത്തിന്റെ ഹല്ലേലൂയ മരുഭൂമിയുടെ അവസ്ഥകൾ, അമ്മ ആശ്രയമില്ലാതിരിക്കുന്ന അവസ്ഥകൾ, ആശ്വാസത്തിന് വേണ്ടി നാം ഒരാളെ നോക്കുമ്പോൾ നമുക്ക് കാണാതിരിക്കുന്ന അനുഭവങ്ങൾ, നാം ഒറ്റയ്ക്ക് പോകുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ നമുക്ക് നേരെ കടന്നു വരുന്ന പരാക്രമങ്ങൾ, ഹല്ലേലൂയ, നമുക്ക് നേരെ കടന്നു വരുന്ന പോരാട്ടങ്ങൾ, ജീവിതത്തിന്റെ തകർച്ചയുടെ എല്ലാ തകർച്ചയുടെ മേഖലയും കടന്നു പോകുമ്പോൾ ദൈവം ഇവിടെ പറയുകയാണ്, ആമേ, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഒരു വഴി തുറക്കും. ഹല്ലേലൂയ. നീ നിർജ്ജന പ്രദേശത്തൂടെ കടന്നു പോകുന്നു, അല്ലേ? ഹല്ലേലൂയ. എന്നാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ, ഹല്ലേലൂയ, ജീവിതത്തിന്റെ വലിയ വേദന, ശോധന, ഒരു ആശ്വാസം കിട്ടുമോ എന്ന് അന്വേഷിച്ച് വേദനപ്പെടുമ്പോൾ ഹല്ലേലൂയ ഇവിടെ പറയുകയാണ് ദൈവം നിന്നോട്, ഞാൻ നിനക്ക് വേണ്ടി പുതിയ വഴിയെ തുറക്കും. അല്ലാതെ നിർജ്ജന പ്രദേശത്ത്, സാധ്യതയില്ലാത്ത സ്ഥലത്ത്, നിർജ്ജനമായ ജനമില്ലാതിരിക്കുന്നിടത്ത്, നിനക്ക് വേണ്ടി ആരും പ്രവർത്തിക്കാതെ ഇരിക്കുന്നിടത്ത്, നിനക്ക് വേണ്ടി നീ ഒരു ആശ്വാസത്തിന് വേണ്ടി മറ്റുള്ളവരെ നോക്കുമ്പോൾ, ഹല്ലേലൂയ, നിനക്ക് ആശ്വാസം അവൻ ലഭിക്കാതിരിക്കുമ്പോൾ ഉയരത്തിലെ ദൈവം പറയുകയാണ്, കുഞ്ഞെ, ഞാൻ നിനക്ക് വേണ്ടി പുതിയ വഴിയെ തുറക്കും. ഞാൻ നിനക്ക് വേണ്ടി പുതിയ വഴിയെ തുറക്കും. അല്ലെങ്കിൽ നദി, ഹല്ലേലൂയ, ഒരിക്കലും പറ്റാത്ത, ഹല്ലേലൂയ, ഒരിക്കലും വറ്റാത്ത നദി, പുതിയ ഉറവകളെ ഞാൻ നിനക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. സമാധാനമില്ലാത്തവരോട് ദൈവം പറയുകയാണ്, ആർക്കും സമാധാനിപ്പിക്കാൻ കഴിയാത്ത നിന്റെ അവസ്ഥകൾക്ക് ഞാൻ പരിഹാരം വരുത്തും. നിന്റെ സമാധാനം കവിഞ്ഞൊഴുകും, നിനക്ക് സ്വസ്ഥത കവിഞ്ഞൊഴുകും, നിന്റെ അന്തരീക്ഷങ്ങളെ മാറ്റും. നീ പഴയതിനെ ഓർത്തിരിക്കേണ്ട, പഴയത് നീ വിലപിക്കേണ്ട. അതേ, നിനക്ക് ഞാൻ സ്വസ്ഥ നൽകാൻ പോവാ, പുതിയതൊന്ന് ചെയ്യാൻ പോകുക. പഴയതെല്ലാം അടഞ്ഞു പോയെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഇനിയും എന്തായെന്ന് നീ ചിന്തിക്കുന്നുണ്ടോ? എനിക്ക് വേണ്ടി പുതിയ വഴികളെ ആര് തുറക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടോ? എന്നാൽ ദൈവം പറയുകയാണ്, കുഞ്ഞെ, നിനക്ക് വേണ്ടി ഞാൻ പുതുവഴികളെ തുറക്കാൻ പോവാ. നീ പറയും സാധ്യതയില്ല, എന്നാൽ ദൈവം പറയുകയാണ്, അതേ, മരുഭൂമിയിൽ ഒരു വഴി ഞാൻ തുറക്കും. മരുഭൂമി എന്ന് പറഞ്ഞാല് ഹല്ലേലൂയ ആൾവാസമില്ലാത്ത സ്ഥലമാണ്. അവിടെ ദുഷ്ടജന്തുക്കളെ കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ്. വിഷമുള്ള ജന്തുക്കൾ നിറഞ്ഞ സ്ഥലമാണ് മരുഭൂമി. എന്നാൽ പറയുകയാണ്, ആ മരുഭൂമിയിലൂടെ ഞാൻ നിനക്ക് വേണ്ടി വലിയൊരു വഴി തുറക്കാൻ പോവാ. നിർജ്ജന പ്രദേശത്തൂടെ, ഹല്ലേലൂയ, ജനമില്ലാത്ത ആ സ്ഥലത്തു കൂടി എന്ത് ചെയ്യും? ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യും? നദികളെ തുറക്കും. നീ പറയുകയാണ്, കുഞ്ഞെ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്കൊരു സ്വസ്ഥതയില്ല, അവിടുന്ന് എനിക്കൊരു മാറ്റമുണ്ടോ? അവിടുന്ന് എനിക്കൊരു വ്യത്യാസമുണ്ടോ? എനിക്ക് വേണ്ടി നിന്റെ സാമ്പത്തികമായി എനിക്ക് സമ്പത്ത് വർദ്ധിക്കുമോ? ജോലി ചെയ്തു ശമ്പളമില്ലാതെ ഭാരപ്പെടുമ്പോൾ ശമ്പളത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളോട് ദൈവം പറയുകയാണ്, നിനക്ക് നഷ്ടപ്പെട്ടു പോയെന്ന ശമ്പളങ്ങളെ, നിനക്ക് മുടങ്ങിക്കിടക്കുന്ന നന്മകളെ ഞാൻ നിനക്ക് മടക്കി തരാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ദൈവത്തിന്റെ
വലിയ പ്രവൃത്തി വെളിപ്പെടുകയാണ്. ഇവിടെ യെശയ്യാ പറയുക, നീ കേട്ടുകൊള്ളുക, നീ കണ്ടുകൊള്ളുക. ഹല്ലേലൂയ. ദൈവം പ്രവർത്തിക്കുകയാണ്. ഇതാ ഇന്ന് മുതൽ ഞാൻ പുതിയതൊന്ന് ചെയ്യുകയാണ്, നീ അറിയാതിരിക്കുന്നത് ഞാൻ നിന്നെ ഒന്ന്, ഇവിടെ നമ്മുടെ ഭൗതികമായ നന്മകൾക്ക് ദൈവം വഴി. രണ്ട്, ആത്മീയത്തെ കുറിച്ച് നീ അറിയാതെ ക്രിസ്തുവിൽ വന്ന ശേഷം നാം വിശ്വാസത്തിന് വരുന്നതിന് മുമ്പ് നാം യേശുവിനെ അറിയുന്നതിന് മുമ്പ് നാം ലോകത്തിലായിരുന്നപ്പോൾ ക്രിസ്തുവിൻ്റെ അനുഭവം നമുക്കില്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക്. എന്നാൽ നമ്മൾ ദൈവസാന്നിധ്യം വന്ന ശേഷം പറയാണ്, നീ അറിയാതെ മറഞ്ഞിരിക്കുന്നത് ഞാൻ നിന്നെ കേൾപ്പിക്കും. ഹല്ലേലൂയ. ദൈവം നിന്റെ ആത്മീക സ്ഥിതിക്ക് വ്യത്യാസം വരും. ദൈവം നിന്റെ ശുശ്രൂഷകൾക്ക് വ്യത്യാസം വരുത്തും. ഇന്ന് വരെ ആർക്കും കൊടുക്കാത്ത, ഇന്ന് വരെ ആർക്കും നൽകി കൊടുക്കാത്ത ആത്മീക പ്രവർത്തികളെ, ആത്മീക വെളിപ്പാടുകളെ ദൈവം നിനക്ക് കൈമാറും. അതേ പറയുകയാണ്, ഞാൻ പുതിയത് നീ അറിയാതെ മറഞ്ഞിരിക്കുന്നത് ഞാൻ നിന്നെ കേൾപ്പിക്കുന്നു. ഹല്ലേലൂയ. ശുശ്രൂഷകളുടെ മേൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വെളിപ്പെടും. ഹല്ലേലൂയ. പഴയതിനെ ഓർത്ത് എന്ത് ചെയ്യണം, ഭാരപ്പെടണ്ട. അത് കർത്താവ് പറയുകയാണ്, അതേ ഞാൻ പുതിയത് അറിയിക്കുന്നു, അത് ഉത്ഭവിക്കും മുമ്പേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു. അതേ കർത്താവ് പറയുകയാണ്, കുഞ്ഞെ നിന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്യും. അതെന്തോ ഞാൻ നിന്നോട് നന്നായിട്ട് സംഭവിക്കുന്നതിന് മുമ്പേ നിനക്കൊരു ആശ്വാസത്തിനായി, നിനക്ക് സമാധാനത്തിനായി എന്ത് ചെയ്യുക, കർത്താവ് പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി പുതിയതാ ചെയ്യുക. നോക്കുക, നമ്മുടെ പഴയ ജീവിതത്തിൽ ക്രിസ്തുവിലേക്ക് കർത്താവ് കൊണ്ടുവന്നു, നമ്മെ അവർ പുതിയതാക്കി തീർത്തു. എന്ത് പഴയത് കഴിഞ്ഞു പോയി, നാം എന്ത് പുതുതായി. കഴിഞ്ഞ കാല ജീവിതത്തിലെ പാപങ്ങളെ ഓർത്ത് വേദനപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഈ ദൈവശബ്ദം കേൾക്കുന്നെങ്കിൽ നിന്റെ കഴിഞ്ഞ കാല പാപങ്ങളെ നീ ഓർത്ത് ഭാരപ്പെടേണ്ട. ദൈവം അതെല്ലാം നല്ല ക്ഷമിച്ചു. ഹല്ലേലൂയ. നീ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. പഴയത് നിന്റെ ജീവിതത്തിൽ നിന്നെ നോക്കി ആരെങ്കിലും പറയുന്നെങ്കിൽ, പഴയതിനെ നോക്കി നിന്നെ കളിയാക്കുന്നെങ്കിൽ കുഞ്ഞെ നീ ഭാരപ്പെടണ്ട. കർത്താവ് പറയുകയാണ്, ദൈവം അത് നിന്നെ പുതുതാക്കി തീർത്തിരിക്കുന്നു. ഇനി മനുഷ്യൻ എന്ത് പറയുന്നില്ല, നീ പഴയ ആളാകത്തില്ല, നീ പുതിയ ആള് തന്നെയാണ് എന്ന് പറയുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 പറയാനോ, ഞാൻ പാഴ്മലകളിൽ നിന്ന് നദികളെയും താഴ്വര നല്ല ഉറവുകളെയും തുറക്കും, മരുഭൂമി ഞാൻ നീർപ്പൊയ്ക്കുകയും വരണ്ട നിലത്തെ നീരളവാക്കും. നോക്കുക, പാഴ്മല എന്ന് വെച്ചാൽ ഒന്നിനും കൊള്ളാത്ത വെറും വേസ്റ്റ് എന്ന് പറയുന്ന ആ മലകളിൽ നിന്ന് ദൈവം നദികളെയും താഴ്വരകളിൽ നിന്ന്, ഹല്ലേലൂയ, താഴ്ന്നു കിടക്കുന്ന അനുഭവങ്ങളിൽ നിന്ന്, അസ്ഥികളിൽ നിന്ന്, നമുക്ക് ഒന്നിനും കൊള്ളാത്ത വേസ്റ്റുകൾ ഉള്ള ആ താഴ്വരകളിൽ നിന്ന് ദൈവത്തിന്റെ ഉറവുകളെയും തുറക്കും. ഞാൻ നിന്നെ നോക്കി, നീ പാഴാണ്, നീ ശൂന്യമാണെന്ന് ആരെങ്കിലും പറയുന്നെങ്കിൽ നിന്നിൽ നിന്ന് ആത്മീയ ഉറവുകളെ ദൈവം തുറക്കും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പുതിയ ഉറവുകളെ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് കർത്താവ് പറയാണ്, താഴ്വരകളിൽ ഞാൻ ഉറവെ തുറക്കും. അതേ നിന്നിൽ ഒതുങ്ങിപ്പോയ നന്മകളെ, നിനക്ക് ഇനി ഒരിക്കൽ ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ ദൈവിക നന്മകളെ, ആത്മാവിൻ്റെ ജീവജലത്തെ കർത്താവ് പറയുന്നത്, എൻ്റെ അടുക്കൽ വേണ്ടി ഒരു നാളും ദാഹിക്കത്തില്ല എന്ന്. എന്നാൽ നമ്മൾ യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ ആ യേശുവിൽ നിന്നുള്ള ശക്തി, ആ ജീവജല നദികൾ നമ്മളിലേക്ക് ഒഴുകുമ്പോൾ നമ്മുടെ അടുത്ത് വരുന്നവർക്ക് അത് ആശ്വാസവും അത് വിടുതലുമായി തീരും. ഹല്ലേലൂയ. അവിടെ മരുഭൂമി ഞാൻ നീർപ്പൊയ്കയാക്കും. ഹല്ലേലൂയ. നിറഞ്ഞ നദി പോലെയാക്കും. വരണ്ട നിന്ന് നീരറവ്, എപ്പോഴും ഉറവുകൾ, വെള്ളം വരുന്ന ഒരു ഉറവ, വറ്റാത്തൊരു കിണറാക്കി ദൈവം നിന്നെ മാറ്റും. ഹല്ലേലൂയ. അനേകർക്ക് നിന്റെ കരത്തിലൂടെ കൊടുക്കുവാൻ, അനേക ദൈവഭക്തന്മാർക്ക് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി നിന്റെ കയ്യിലൂടെ കൊടുക്കുവാൻ ഇന്ന് ശൂന്യമായിരിക്കുന്ന നിന്റെ കയ്യെ ദൈവം എന്ത് ചെയ്യും, വിശാലതയിലേക്ക് നടത്തും. ഒരു നിറവിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവരും. അനേകർക്ക് ആശ്വാസമായി നീ തീരേണ്ടതിന് ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് കർത്താവ് പറയും, ഞാൻ പുതിയതൊന്നും ചെയ്യുകയാണ്, പഴയതിനോർത്ത് ഭാരപ്പെടേണ്ട കുഞ്ഞെ, നിന്റെ ദൈവത്തിൽ ദൈവം പുതിയത് ചെയ്യുകയാണ്. അതുകൊണ്ട് അത് വഴികളെ തുറക്കാൻ പോവുകയാണ്. നീ വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.